സർട്ടിഫിക്കറ്റൊക്കെ പൈസനെയൊന്നും പോകാതെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടീനോലെ. അതിനൊന്നും പോണ്ടിയില്ല. 1000 ഉറുപ്പ്യ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് ഒരാൾ പറഞ്ഞു വെച്ചാൽ അത് അയാളെടുത്ത് കൊടുത്തുവിടും. ഈ കോലത്തിൽ ഇതിനൊക്കെയും മതപ്പതിച്ചു പോയി. നോളേജ് സിറ്റിയിൽ സുഹബുണ്ടാക്കിയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നാമതെന്ന് എനിക്കും രണ്ടാമത് നമ്മളെ സൊഫ്വാനും. ഷഹാദത്ത് ഹുദൂർ, നോളേജ് സിറ്റിയിലെ സുഹബക്ക് നിങ്ങൾ പങ്കെടുത്തു എന്നതിന്റെ സർട്ടിഫിക്കറ്റ് അമ്മക്ക് തരാണ്. കഴിഞ്ഞില്ലേ വല്ല കഥ? നോളേജ് സിറ്റിന്റെ മുറ്റം പോലും കാണാത്ത അമ്മക്കാണ് പങ്കെടുത്തു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരുന്നത്. എല്ലാ സമയത്തും പറയലുണ്ടല്ലോ, ഈ ചങ്ങാമാർക്ക് ചെയ്ത്താമാരത്തു നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ്, അല്ലാതെ ഹക്കായ മശായിഖന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമല്ല. നൗഷാദ് എല്ലാ സമയത്തും പറഞ്ഞതാണല്ലോ, ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്, മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ, ഞങ്ങൾ പറയുള്ളൂ എന്ന്. എന്നാൽ വിശുദ്ധമായ റമദാനിൽ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ടാണ് നൗഷാദ് സുഹബന്റെ സർട്ടിഫിക്കറ്റ് കൈവശപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാൻ പറ്റും. ആ വിഷയമല്ലേ ഇന്നലെ കോമാട്ട് ചാലിൽ അബ്ദുള്ള വരെ പറയണത്. ഇവന് നൗഷാദിനെ അതിന് പ്രേരിപ്പിച്ചതാണ്. അല്ല, നൗഷാദ് ഒറ്റക്കായി ചെയ്യൂല നമുക്ക് ഉറപ്പല്ലേ? കാരണം നൗഷാദ് പറയണ്ടല്ലോ, മൈക്കകൾ മാത്രമാണ്, മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുള്ളൂ എന്ന്. നൗഷാദിനെ ഇത്തരം കളവുകളിലേക്ക് അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ആള് ഈ കോമാട്ട് ചാലിൽ അബ്ദുള്ളാണ്. അവനാണല്ലോ എന്റെ ശൈഖ് നടക്കണേ. ഏതായാലും ഓരോന്ന് നോക്കി ഈ നൗഷാദ് പറഞ്ഞ കളവുകൾ. ഇത് നൗഷാദ് സുഹബയുമായി ബന്ധപ്പെട്ട ആളോട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നൗഷാദ് ചോദിക്കൊണ്ട് തുടങ്ങാറായോ എന്ന്. അപ്പൊ യെസ്, മാർച്ച് 22 കേട്ടോ. അപ്പൊ എത്തുന്നേ ഉള്ളൂ, ഫോട്ടോ അല്ല വീഡിയോ ഉണ്ടോ? അപ്പൊ എത്താനായിക്കണ്, എവിടേക്ക് സുഹബയെ പങ്കെടുക്കാനേ എത്താനായിക്കണം. നോണാനിട്ടായി പറഞ്ഞേ പേരെന്നെ നൗഷാദ് മക്കരപ്പറമ്പ് എന്ന് കൊടുത്തത് അവിടെ കട്ടെ. എന്നിട്ട് പിന്നെ 25-ാം തീയതി ചോദിക്കാണ് സർട്ടിഫിക്കറ്റുകൾ സുഹബ അവസാനിക്കുന്ന ദിവസമാണോ കിട്ടുക? മൂപ്പർക്ക് ഇത് തുടങ്ങിയിട്ടുള്ള അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടണേ. കാരണം ഇത് കജിലാക്കിയാണ്ട് ഇവിടെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി കാത്തുക്കല്ലേ. സുഹബയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെ മുഴുവനും ആഡ് ചെയ്യപ്പെട്ട ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ആദ്യം തന്നെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആള് പറഞ്ഞത്, ഈ സുഹബയിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ ഇതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകണം. പലരും രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പങ്കെടുക്കാന്ന് വിചാരിച്ച് ചെയ്യും, പക്ഷെ കാര്യത്തിനോട് അടുക്കുമ്പോൾ പലർക്കും പല പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ലെഫ്റ്റ് അടിച്ച് പോകണം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ 7 ദിവസം സുഹബയിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ കഴിയൂല, ചില ദിവസങ്ങളിലേ വരാൻ പറ്റുള്ളൂ, പല പ്രയാസങ്ങളും പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ സുഹബയിൽ പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്, എന്നാൽ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് പങ്കെടുക്കട്ടെ എന്ന നിലയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവസാനം 25-ാം തീയതി നൗഷാദ് ചോദിക്കാണ്, സർട്ടിഫിക്കറ്റുകൾ സുഹബ അവസാനിക്കുന്ന ദിവസമാണോ കിട്ടുകയാണ്? അപ്പോൾ അതേന്ന് പറഞ്ഞു. മെയിൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് സുഹബയിൽ പങ്കെടുത്ത ആളുകളൊക്കെ അവരുടെ പേര് അറബിയിൽ എഴുതി കൊടുക്കണം എന്ന്. അപ്പോൾ നൗഷാദ് എന്ത് ചെയ്യാണ്, അവിടെ ഗ്രൂപ്പിൽ കൊടുക്കാതെ ഇയാളുടെ പേഴ്സണലായിട്ട് PM കൊണ്ടു കൊടുക്കാണ്, മുഹമ്മദ് നൗഷാദ് ഇബിന് മുഹമ്മദ് മക്കരപ്പറമ്പ് മലപ്പുറം, എന്നിട്ട് പേര് അയക്കാൻ പറഞ്ഞിരുന്നു എന്ന് എഴുതിയിട്ടോ. അവിടെ പേര് അയക്കാൻ പറഞ്ഞത് ആരോടാണ് അറിയോ? മെയിൻ ഗ്രൂപ്പിനാണ് അത് പറഞ്ഞത്. സുഹബയിൽ പങ്കെടുത്ത ആളുകളൊക്കെ പേര് അറബിയിൽ എഴുതി വിടണം എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയാനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലരും പല സമയങ്ങളിലായിട്ട് പങ്കെടുത്തവരുണ്ട്, സ്ഥിരമായി പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ, പ്രയാസം പറഞ്ഞവർ. അപ്പം അവിടെ ഷഹാദത്തുള്ളൂ, അവിടെ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഷഹാദ കൊടുക്കാന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത്. അങ്ങനെ നൗഷാദ് അവന്റെ പേര് കൊടുത്തു. പങ്കെടുത്തവരോട് പേര് കൊടുക്കാൻ പറഞ്ഞപ്പം പങ്കെടുക്കാത്ത നൗഷാദ് എന്ത് ചെയ്തു, പേര് കൊടുത്തു. 26-ാം തീയതി നൗഷാദിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സുഹബക്ക് പങ്കെടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ നൗഷാദ് പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ സുഹബക്ക് പങ്കെടുത്തിട്ടുണ്ട് എന്ന് നൗഷാദ് അവിടെ എഴുതി വിട്ടിട്ടുണ്ട്. പക്ഷെ നൗഷാദ് അത് ഡിലീറ്റ് ചെയ്തു. അദ്ദേഹം അത് കണ്ടതിന് ശേഷം നൗഷാദ് അത് ഡിലീറ്റ് ചെയ്തു. കാരണം ഇതിവിടെ തരികടിയും തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ലേ. നൗഷാദിനോട് സുഹബക്ക് പങ്കെടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നൗഷാദ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ നൗഷാദ് പറയണം, അവസാനിക്കുമ്പോഴേക്ക് ചെയ്താൽ മതി എന്ന് അന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ചെയ്യാം. അപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പേയ്മെന്റ് ചെയ്യണമല്ലോ, അപ്പൊ അതിപ്പോൾ ചെയ്തോളാം എന്നും നൗഷാദ് പറഞ്ഞു. നൗഷാദ് പേയ്മെന്റ് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടല്ലേ എന്നൊക്കെ. അപ്പൊ നൗഷാദ് പറയുന്നത്, ഞാൻ ഒരു ദിവസം പങ്കെടുത്തിട്ടുണ്ട് എന്ന് നൗഷാദ് പറയുന്നത്. അവിടെ നിന്ന് ഡിലീറ്റ് ആക്കുകയും ചെയ്തത്. അത് ആ പറഞ്ഞ് മാത്രം ചെയ്തേ, ഞാൻ റൗണ്ട് ഇട്ടുണ്ടില്ലേ, അതവിടെ ഡിലീറ്റ് ആക്കിന്. അപ്പൊ അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഒരു ദിവസമല്ല പങ്കെടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ, സർട്ടിഫിക്കറ്റ് വേണോ എന്ന രീതിയിൽ അദ്ദേഹം ചോദിച്ചതാണ്. അപ്പൊ അതിന് മറുപടി, താല്പര്യമുണ്ട്, റമദാനിൽ അവിടെ പങ്കെടുത്തതിന്റെ അംഗീകാരമാണല്ലോ എന്നും സൂക്ഷിച്ചു വെക്കാലോ. നോക്കിയാണ് നിങ്ങൾ പച്ചക്കളവ് പറഞ്ഞാണ്ടല്ലേ അത് കൈക്കലാക്കിയത്. റമദാനിൽ അവിടെ പങ്കെടുത്തതിന്റെ അംഗീകാരമാണല്ലോ, അപ്പൊ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സമ്മതിച്ച് നേരത്തെ. എന്നിട്ട് വീണ്ടും ഒരു ദിവസം പങ്കെടുത്തിട്ടുള്ളൂ, അപ്പൊ അതിന് വേണോ എന്ന് ചോദിച്ചപ്പം നൗഷാദ് പറയണേ, റമദാനിൽ അവിടെ പങ്കെടുത്തതിന്റെ അംഗീകാരമാണല്ലോ എന്നും സൂക്ഷിച്ചു വെക്കാലോ, ശുക്രൻ. ഈ നിലക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടല്ലേ നൗഷാദ് അവിടെ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയത്. എന്നിട്ട് പറയാം 1000 ഉറുപ്പ്യ അയച്ചെടുത്ത പോലെ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് വന്നു എന്ന്. കാട്ടുവളപ്പിൽ നൗഷാദും പറയുന്നു, ഇവന്റെ ശൈഖാണ് എന്ന് പറയുന്ന കോമാട്ട് ചാലിൽ അബ്ദുള്ളയും പറയുന്നു. ഇവരെങ്ങനെ സ്വൈബുൽ വക്താവുക, ഇവന് എങ്ങനെ ലോകം നിയന്ത്രിക്കുന്നവനാവുക? പച്ചക്കളവ്, അതും വിശുദ്ധ റമദാനിൽ എന്നെങ്കിലും ഏതാൾക്കാരും ഒന്ന് നന്നാവാൻ നോക്കൂലേ? ഇത് റമദാനിലാണ് ഈ കുതന്ത്രങ്ങൾ മുഴുവനും മെനയുന്നത്. അത് എന്തിനു വേണ്ടിയാ കുതന്ത്രം ഉണ്ടാക്കുന്നത്? ഫിത്ന ഉണ്ടാക്കാനായിട്ട്. ഇതല്ല ഇവരെ ലക്ഷ്യം. എന്നിട്ട് സുഹബന്റെ സർട്ടിഫിക്കറ്റ് 1000 ഉറുപ്പ്യാണ്ട് ഗൂഗിൾ പേ ചെയ്ത പോത്തിന് എനിക്ക് അയച്ചെന്ന്.
എത്ര ദിവസം അതിനു വേണ്ടിയിട്ട് പച്ചക്കളവ് ഈ ചങ്ങായി പറഞ്ഞാണ്. വിശുദ്ധ റമദാനിൽ 27-ാം രാവിന്റെ അന്ന് വരെ കളവ് പറഞ്ഞിട്ടാണ് ഇവനെ ഈ ഓരോന്ന് ഒപ്പിച്ചൊപ്പിച്ച് സുഹബന്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കൈക്കലാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഭവത്തിൽ ഒരുപാട് ആളുകൾ അവിടെ എല്ലാ ദിവസവും പങ്കെടുക്കാൻ സാധിക്കാത്തവർ പല ദിവസങ്ങളിലായിട്ട് പങ്കെടുത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ഷഹാദത്തുൽ ഹുദൂർ അവരോട് പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന നിലക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്തു എന്ന് പച്ചക്കളവ് പറഞ്ഞിട്ടാണ് ഈ കാട്ടുവളപ്പിൽ നൗഷാദ് ഇത് കൈക്കലാക്കിയത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പൊ ഇന്നലെ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറഞ്ഞല്ലോ ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി. അപ്പൊ ഇവനാണ് ഈ നൗഷാദിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നൗഷാദ് മെശായിഖന്മാരെ നിർദ്ദേശം തെറ്റേ ചെയ്യുള്ളൂ. അപ്പൊ കോമാട്ട് ജാലിൽ അബ്ദുള്ള മൗലവി ചെയ്യിപ്പിച്ചതാണത്. ഇവനെ എങ്ങനെ നമ്മൾ സ്വൈബുൽ വക്ത് അംഗീകരിച്ചു കൊടുക്കുക? ഇവനെ എങ്ങനെ നമ്മൾ മുദബ്ബിറുൽ അംഗീകരിച്ചു കൊടുക്കുക? ഇനി ഇതിന്റെ ഒക്കെ വോയിസുകൾ അടക്കമുള്ള ഇതിന്റെ എല്ലാ വീഡിയോയും വോയിസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാരും ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ പങ്കെടുത്തവർക്ക് മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പങ്കെടുത്തവർ മാത്രം പേര് എഴുതി വിട്ടാൽ മതി. ഇത് സുഹബയുടെ മെയിൻ ഗ്രൂപ്പാണ്. ആ മെയിൻ ഗ്രൂപ്പിൽ വോയിസ് വിട്ടതാണത്. സുഹബയിൽ പങ്കെടുത്ത ആളുകൾ മാത്രം പേര് നൽകുക എന്ന് പറഞ്ഞപ്പം ആദ്യം തന്നെ പേര് കൊടുക്കുന്ന ആളാരാ നോക്കിയാണെ റൗണ്ട് ഇട്ടത്? സഫ്വാന പേര് കൊടുക്കണത്. കുരുവട്ടൂരിയാണ്. പച്ചക്കളവ് പറഞ്ഞാണ്ടല്ലേ, പങ്കെടുത്തു എന്ന് പറഞ്ഞാണ്ടല്ലേ പേര് കൊടുക്കണത്. അതാ ഞാൻ പറഞ്ഞത്, ആരാണ് ഈ സഫ്വാന ഈ കോലത്തിൽ റമദാനിൽ നുണ പറയാൻ പഠിപ്പിച്ചത്? കോമാട്ട് ജാലിൽ അബ്ദുള്ള മൗലവി അല്ലേ? അയാളാണല്ലോ ഇവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത്. കളവ് പറയാൻ പ്രേരിപ്പിക്കല്ലേ റമദാനിൽ? എത്ര വലിയ തെറ്റാണത്. പിന്നെ എങ്ങനെ ഇവൻ സ്വൈബുൽ വക്ത് ആവാൻ പറ്റുക? ഇതാ നമ്മുടെ ചോദ്യം.